ഒരു സാധാരണ സിനിമാ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി. പഠനത്തിൽ അത്ര താല്പര്യമില്ലെന്ന് പറഞ്ഞ് പലരും വിമർശിച്ച കുട്ടിക്കാലം. സിനിമയിൽ ആദ്യകാലത്ത് നിരന്തരം ട്രോളുകളും പരാജയങ്ങളും നേരിട്ട ഒരു യുവാവ്. പക്ഷേ പിന്നീട് കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ സൂപ്പർ സ്റ്റാർ. അതിനുശേഷം ജനങ്ങൾക്കായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നേതാവ്. തടസ്സങ്ങളെ മുന്നിൽ കാണാതെ വിജയം മാത്രം മുന്നിൽ കണ്ട് മുന്നേറിയ വിജയ് എന്ന നടന്റെ രാഷ്ട്രീയ നേതാവിന്റെ ജീവിതയാത്ര നമുക്കൊന്ന് പരിശോധിക്കാം. മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തുകൊണ്ട് വിജയൻ നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ യഥാർത്ഥത്തിൽ ജനലക്ഷങ്ങളെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അതുവരെ ആളുകൾ ധരിച്ചു വച്ചിരുന്നത് ഹിറ്റ് മേക്കർ എസ് എ ചന്ദ്രശേഖറിന്റെ മകൻ വിജയ് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരാളെന്നായിരുന്നു. എന്നാൽ വിജയ് പറഞ്ഞ വാക്കുകൾ ആ തോന്നലുകളെയെല്ലാം തകിടം മറിക്കുന്നതായിരുന്നു. ദാരിദ്ര്യം എന്തെന്ന് നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് അപ്പ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. കാര്യമായ വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നുവെന്നായിരുന്നു വിജയുടെ വാക്കുകൾ. തമിഴ്നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ആരാധകരുടെ ദളപതിയായ വിജയുടെ ജീവിതകഥ സത്യത്തിൽ ഏറെ കൈച്ചിറക്കങ്ങൾ നിറഞ്ഞതാണ്. 1974 ജൂൺ 22 തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഒരു ബാലൻ ജനിച്ചു. അവന് അച്ഛനമ്മമാർ പേരിട്ടത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. അച്ഛൻ എസ് എ ചന്ദ്രശേഖർ തമിഴ്നാട്ടിലെ തമിഴ് സിനിമയിലെ സംവിധായകൻ. അമ്മ ശോഭ ഗായികയും കലാപ്രേമിയുമായിരുന്നു. അരനൂറ്റാണ്ട് മുൻപ് സിനിമയിൽ സഹസംവിധായകനായിരുന്ന സേനാപതി ആൽബർട്ട് ചന്ദ്രശേഖർക്ക് ചെന്നൈയിൽ താമസിക്കാനായി ഒരു വീട് വേണമായിരുന്നു. ഏറെ പരിശ്രമങ്ങൾക്ക് ശേഷം കുറഞ്ഞ വാടകയ്ക്ക് ഒരു വീട് സംഘടിപ്പിച്ചു. എന്നാൽ ആ വീട്ടുടമയുടെ മകൾ ശോഭ തൻ്റെ ജീവിതത്തിൻ്റെ ശോഭയായി തീരുമെന്ന് ആ ഘട്ടത്തിൽ ചന്ദ്രശേഖറോ ആ പെൺകുട്ടിയോ വിദൂര സ്വപ്നങ്ങളിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാൽ അടക്കവും ഒതുക്കവും നല്ല പെരുമാറ്റ മര്യാദയുമുള്ള ശാലീന സുന്ദരിയായ ശോഭയെ ശേഖർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മറ്റ് ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ജോലി തന്നെ ജീവിതമായി കാണുന്നു. അതുപോലെ ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്ത ശാന്തശീലനായ ശേഖറിനെ ശോഭയ്ക്കും ഇഷ്ടമായി. സ്വാഭാവികമായും അതൊരു പ്രണയത്തിൻ്റെ തലത്തിലേക്ക് വളർന്നു. നന്നായി പാടുമായിരുന്നു ശോഭ. അക്കാലത്ത് അവർ ലളിതഗാന ട്രൂപ്പുകളിലും സജീവമായിരുന്നു. എത്ര തിരക്കിനിടയിലും ശേഖർ അത് കേൾക്കാനായി പോകും. പിന്നീട് അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയും. തെറ്റുകളുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാട്ടും. പ്രണയം മുന്നോട്ട് പോകുന്നതിനിടയിലും ഒരു സത്യം അവരെ വല്ലാതെ ആശങ്കയിലാഴ്ത്തി. ക്രിസ്തുമത വിശ്വാസിയായിരുന്നു ചന്ദ്രശേഖർ. ശോഭയാകട്ടെ ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയും. അന്ന് ജാതി ചിന്ത വളരെ രൂക്ഷമായി നിന്നിരുന്ന ഒരു സാമൂഹ്യ സാഹചര്യമായിരുന്നു തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എമ്പാടും ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ പുരോഗമനപരമായി ചിന്തിക്കാൻ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും അന്ന് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരുക്കമായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ശേഖർ. മതം മാത്രമല്ല പ്രശ്നം. ഇതുവരെ ഒരു സ്വതന്ത്ര സംവിധായകനുമായിട്ടില്ല. ഇപ്പോഴും അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ്. ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് പൊതുവെ പ്രസന്നവദനായ ശേഖറിന്റെ മുഖത്തെ ആ ദുഃഖം കണ്ടുപിടിച്ചത് നടികർ തിലകം ശിവാജി ഗണേശനാണ്. അദ്ദേഹം തന്ത്രപരമായി കാരണം തിരക്കി. ശേഖർ മടിച്ച് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ശിവാജി ഈ വിവരം സ്വന്തം വീട്ടിൽ അവതരിപ്പിച്ചു. അവൻ ശോഭയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കണം. ശിവാജിയുടെ ഭാര്യ കമലയും അതിനോട് യോജിച്ചു. അന്ന് തമിഴ് ജനതയുടെ മനസ്സിൽ ദൈവതുല്യനാണ് ശിവാജി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ധിക്കരിക്കാൻ ആർക്കും കഴിയില്ല. ശിവാജി ശോഭയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഈ വിവരം അറിയിച്ചു. ചന്ദ്രശേഖർ നല്ല പയ്യനാണെന്നും ഭാവിയുള്ള ആളാണെന്നും ഉറപ്പുകൊടുത്തു. പറയുന്നത് സാക്ഷാൽ ശിവാജിയാണ്. മാനസികമായി എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതിനെ നിഷേധിക്കാൻ ശോഭയുടെ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വലിയ പ്രതിസന്ധികളില്ലാതെ ശേഖറും ശോഭയും ഒന്നായി. വിവാഹ ദിനത്തിൽ വധുവിന് ചാർത്താനുള്ള താലിമാല എടുത്തുകൊടുത്തത് ശിവാജിയുടെ ഭാര്യ കമലമ്മാളായിരുന്നു. പിറ്റേ വർഷം തന്നെ ചന്ദ്രശേഖർ ശോഭ ദമ്പതികൾക്ക് അവരുടെ ആദ്യ പുത്രൻ പിറന്നു. വിജയ് എന്ന് പേരിടുമ്പോൾ ശേഖർ മനസ്സിൽ സങ്കല്പിച്ചത് ഏത് മേഖലയിൽ ചെന്നാലും വെന്നിക്കൊടി പാറിക്കുന്ന ഒരാളാവണം എന്ന് തന്നെയായിരുന്നു. ശോഭയ്ക്ക് വേണ്ടി ഏത് ത്യാഗത്തിനും തയ്യാറുള്ള ശേഖർ ഭാര്യ ബന്ധുക്കളുടെ ഹിതം മാനിച്ച് ഹിന്ദു മതാചാര പ്രകാരമാണ് വിവാഹം നടത്തിയത്. എന്നാൽ ഇത് ശോഭയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ജനിച്ച് 6 വർഷങ്ങൾക്ക് ശേഷവും ആ പ്രയാസം വിട്ടുമാറാത്ത ശോഭ ഒരാവശ്യം മുന്നോട്ട് വെച്ചു. ശേഖറിന്റെ മതാചാര പ്രകാരം ഒരിക്കൽ കൂടി വിവാഹം നടത്തണം. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പള്ളിയിൽ വെച്ച് വിവാഹം നടത്തപ്പെട്ടു. അന്ന് കേവലം 6 വയസ്സ് മാത്രം പ്രായമുള്ള വിജയ് അങ്ങനെ മാതാപിതാക്കളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി അദ്ദേഹത്തിന് ലഭിച്ചു. അതായത് ശേഖർ പിന്നീട് സ്വതന്ത്ര സംവിധായകനായി. വിവിധ തെന്നിന്ത്യൻ ഭാഷകളിലായി ധാരാളം പടങ്ങൾ സംവിധാനം ചെയ്തു. മകന്റെ മുഖം ആദ്യമായി ക്യാമറയിൽ പകർത്തിയതും ശേഖറാണ്. 1984 റിലീസ് ചെയ്ത വെട്രി എന്ന പടത്തിൽ വിജയ് ബാലതാരമായി. എന്നാൽ തുടക്കത്തിൽ ആരും വിജയ് അത്ര കാര്യമായി പരിഗണിച്ചില്ല. സൂപ്പർ താരം പോയിട്ട് ഒരു സാധാ ഹീറോയ്ക്ക് വേണ്ട ശാരീരിക ക്ഷമതയോ നിറമോ സൗന്ദര്യമോ ഒന്നും തുടക്കകാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് പലരും അദ്ദേഹത്തെ വിമർശിച്ചു, കളിയാക്കി. എന്നാൽ വിജയുടെ ആത്മവിശ്വാസം അപാരമായിരുന്നു.
വിചാരിക്കുന്നത് നേടും വരെ പൊരുതാൻ മനസ്സുള്ള പോരാളിയായിരുന്നു അദ്ദേഹം. 1992 ശേഖർ തന്നെ സംവിധാനം ചെയ്ത നാളെയെ തീർപ്പെന്ന പടത്തിലൂടെ 18-ാം വയസ്സിൽ നായകനായി വിജയ് അവതരിപ്പിച്ചു. മകനെ വലിയ താരമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജയെ നായകനാക്കി 5 സിനിമകൾ പിന്നീട് അദ്ദേഹം ചെയ്തു. സിനിമകൾ ഒന്നൊന്നായി ഹിറ്റായപ്പോൾ പലരും അമ്പരന്നു. പിന്നീട് ലോകം കണ്ടത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളുടെ വിജയ് യാത്രയായിരുന്നു. അധികം വൈകാതെ തന്നെ വിജയ് തമിഴ് സിനിമയിലെ മോസ്റ്റ് വാണ്ടഡ് ആക്ടറായി വളർന്നു. പിന്നീട് വിജയുടെ മനസ്സിൽ രാഷ്ട്രീയ രംഗപ്രവേശം എന്ന വലിയ ലക്ഷ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ചന്ദ്രശേഖർ മകന്റെ ഹിതമറിഞ്ഞ് അതിനായി നിലമൊരുക്കി. 2009 വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ച് അതിന് വാർഡ് തലത്തിൽ വേരുകൾ ഉണ്ടാക്കിയതിന് പിന്നിൽ ചന്ദ്രശേഖർ ആയിരുന്നു. 2020 വിജയ് പോലും അറിയാതെ ഈ സംഘടനയെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തു. ബന്ധുവായ പത്മനാഭൻ പ്രസിഡന്റും ശേഖർ ജനറൽ സെക്രട്ടറിയും ശോഭ ട്രഷററുമായി. ഇതെന്നാൽ വിജയെ പ്രകോപിപ്പിച്ചു. തന്റെ അനുവാദമില്ലാതെ നടന്ന നീക്കങ്ങൾക്കെതിരെ അദ്ദേഹം പരസ്യ പ്രസ്താവനയ്ക്കൊപ്പം നിയമസഹായവും തേടി. സംഭവം ഹൈക്കോടതിയിലെത്തിയതോടെ അച്ഛനും മകനും തമ്മിൽ മാനസികമായി അകന്നു. ഈ അകൽച്ച പിന്നീട് വലിയ വാർത്തയുമായിരുന്നു. പിന്നീട് ശേഖർ തന്റെ ഇത്തരം ഏകപക്ഷീയമായ നീക്കങ്ങളിൽ നിന്ന് പിന്മാറി. കഷ്ടിച്ച് 2 വർഷം മാത്രമേ ഈ പിണക്കം നീണ്ടുനിന്നുള്ളൂ. ഭർത്താവിനും മകനും വേണ്ടി ശോഭ ഇരുവർക്കുമിടയിൽ ഇടപെട്ടതോടെ അവർ വീണ്ടും ഒന്നായി. 3 പതിറ്റാണ്ടിനപ്പുറം കടന്ന താരപ്രഭാവത്തിനു ശേഷം രാഷ്ട്രീയമെന്ന സ്വപ്നം പങ്കുവച്ചപ്പോൾ പലരും വിജയെ നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇന്ന് കാണുന്ന തമിഴകത്തെ 100 കടന്നുള്ള വമ്പൻ വിജയത്തിന് പിന്നിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ വീക്ഷണം വിജയ്ക്കുണ്ടായിരുന്നു. പടിപടിയായിട്ടായിരുന്നു ആ പ്രവർത്തനം. അല്ലാതെ പലരും പറയുന്ന പോലെ 2023 TVK ഔദ്യോഗികമായി രൂപീകരിച്ച് ഈ 3 വർഷം കൊണ്ട് മാത്രം നേടിയ ഒരു വിജയമായിരുന്നില്ല ഈ സ്വപ്ന വിജയത്തിന് പിന്നിൽ എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു ആ രാഷ്ട്രീയ യാത്രയുടെ തുടക്കമെന്നും പറയാം. 2000-ന്റെ അവസാനത്തോടെ വിജയ് ഫാൻസ് ക്ലബ്ബുകൾക്ക് ഒരു നിർദ്ദേശം നൽകി. വെറും സിനിമാ ആഘോഷങ്ങളിൽ മാത്രമായി ഇനി ഒതുങ്ങരുത്, ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അതിനുശേഷം തമിഴ്നാട്ടിലെ പല ജില്ലകളിലും വിജയ് ഫാൻസ് രക്തദാന ക്യാമ്പുകൾ, സൗജന്യ ഭക്ഷണ വിതരണം, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം, മെഡിക്കൽ ക്യാമ്പുകൾ, മഴക്കെടുതി സമയത്ത് സഹായ പ്രവർത്തനങ്ങൾ, കോവിഡ് കാലത്ത് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം എന്നിവയിലൂടെ വ്യാപകമായ സാമൂഹ്യ ഇടപെടലുകൾ നടത്തി. ഇത് വിജയുടെ ഇമേജിനെ സിനിമാ താരം എന്നതിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നേതാവ് എന്ന ഇമേജിലേക്ക് മാറ്റുവാനും സഹായിച്ചു. പിന്നീട് VMI എന്ന വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻസ് അസോസിയേഷൻ ജില്ലാ യൂണിറ്റുകൾ, മണ്ഡലം തല ചുമതലക്കാർ, ഗ്രാമതല കോർഡിനേറ്റർമാർ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് അനുയോജ്യമാകും വിധം ഘടന രൂപപ്പെട്ടു. ഇത് പിൽക്കാലത്ത് TVKയുടെ തന്നെ അടിത്തറയായി മാറി. തുടർന്ന് വന്ന പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് TVKയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് അടിത്തറയായ ഏറ്റവും വലിയ പരീക്ഷണം നടത്തപ്പെട്ടത്. 2021 തമിഴ്നാട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് അതിലേറ്റവും നിർണായകമായതും. അപ്പോൾ വിജയ് നേരിട്ട് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ വിജയ് മക്കൾ ഇയക്കവുമായി ബന്ധമുള്ള നിരവധി പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അവരിൽ ഭൂരിഭാഗം പേരും വിജയിക്കുകയും ചെയ്തു. ചില മേഖലകളിൽ വലിയ പാർട്ടികളെ പോലും ഞെട്ടിക്കുന്ന പ്രകടനമുണ്ടായി. ഒരുപക്ഷെ അന്നായിരിക്കണം വിജയ് കണക്ക് കൂട്ടിയത്. ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള അല്ലെങ്കിൽ തൻ്റെ ഔദ്യോഗിക പാർട്ടി രൂപീകരിക്കാനുള്ള ശരിയായ സമയം എന്നുള്ളത്. എന്തായാലും പിന്നീട് വിജയ് ഇതിനിടയിൽ തന്നെ കത്തി, സർക്കാർ, മേഴ്സൽ തുടങ്ങി അല്ലെങ്കിൽ ഒടുവിലിറങ്ങാൻ പോകുന്ന ജനനായകൻ തുടങ്ങിയ സിനിമകളിൽ ബോധപൂർവം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞും കയ്യടി നേടി. ഈ ഒരു കയ്യടി സാധാരണ ഒരു കയ്യടി മാത്രമായിരുന്നില്ല. ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാറ്റം ആഗ്രഹിച്ച ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇദ്ദേഹം ഒരു നേതാവായി വന്നാൽ നന്നായിരിക്കുമെന്ന തോന്നലുണ്ടാക്കാനും അദ്ദേഹം തൻ്റെ സിനിമകളിലൂടെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അത് വിജയം നേടി എന്ന് വേണം പറയാൻ. പിന്നീട് 2023 വിജയുടെ നേതൃത്വത്തിൽ തന്നെ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വിജയ് ജയിക്കും, പക്ഷേ പാർട്ടി കൈവിരലിലെണ്ണാവുന്ന MLA-മാരിൽ ഒതുങ്ങുമെന്ന് പരിഹസിച്ചവരെ നോക്കി വിജയ് ചിരിച്ചു. 100-ലധികം സീറ്റുമായി അദ്ദേഹത്തിന്റെ പാർട്ടി വിജയക്കൊടി പാറിച്ചു. ഭൂരിപക്ഷം തികയില്ല എന്ന് പറഞ്ഞ് ഗവർണർ പലകുറി മടക്കി അയച്ചപ്പോഴും അദ്ദേഹം കൂസലില്ലാതെ നിന്നു. എതിർമുന്നണിയിൽ നിന്ന ഒന്നിലേറെ കക്ഷികളെ തനിക്കൊപ്പം ചേർത്ത് ഭൂരിപക്ഷം തെളിയിച്ചു. DMK, AIADMK നടത്തിയ പല രാഷ്ട്രീയ അട്ടിമറി നീക്കങ്ങളെയും നിശ്ചയദാർഢ്യം കൊണ്ട് പരാജയപ്പെടുത്തി താൻ നേതാവാകാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് വീണ്ടും വിജയ് തമിഴ് ജനതയെ ബോധ്യപ്പെടുത്തി. ജീവിതത്തിലും സിനിമയിലും രാഷ്ട്രീയത്തിലും പലകുറി വീഴ്ത്താൻ ശ്രമിച്ചവരുടെ മുന്നിൽ നിവർന്നു നിന്ന് യാത്ര തുടർന്ന വിജയുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ഒരു പ്രചോദനാത്മക ഗ്രന്ഥമാണെന്ന് പറയാതെ വയ്യ.